ഒരു ലോട്ടറി അടിച്ചാൽ അതും 20 കോടിയുടെ ക്രിസ്മസ് ബമ്പർ. എന്നാൽ ആ ഭാഗ്യം കയ്യിൽ നിന്ന് വഴുതിപ്പോയാലോ? അതും നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട്. 20 കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനത്തിന് അവകാശവാദം ഉന്നയിച്ച് പിറവം പാഴൂർ സ്വദേശിയായ റിട്ടയർ ASI രംഗത്തെത്തി. പിറവം പാഴൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ റിട്ടയർ ASI KK സജിമോനാണ് ടിക്കറ്റ് നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് പോലീസിനെയും കോടതിയെയും സമീപിച്ചത്. ബമ്പർ നറുക്കെടുപ്പ് ജനുവരി 24-നായിരുന്നു. XC138455 നമ്പർ ടിക്കറ്റിനായിരുന്നു സമ്മാനം അടിച്ചത്. പോലീസിൽ നിന്ന് പിരിഞ്ഞ ശേഷം ട്രാവലർ സർവീസ് നടത്തുകയാണ് സജിമോൻ. സജിമോന്റെ വണ്ടിയിൽ ശബരിമലയ്ക്ക് പോയ വിശാഖപട്ടണം സ്വദേശികളായ അയ്യപ്പന്മാർ വണ്ടിയിൽ നെയ്പാത്രം മറന്നുവച്ചിരുന്നു. താൻ വാങ്ങിയ ടിക്കറ്റ് ഈ നെയ്പാത്രത്തിനടിയിൽ സൂക്ഷിച്ചിരുന്നുവെന്നും പിന്നീട് വിശാഖപട്ടണം സ്വദേശികൾ ആവശ്യപ്പെട്ട പ്രകാരം നെയ്പാത്രം കൊറിയർ ചെയ്തു കൊടുത്തപ്പോൾ അതിനൊപ്പം ടിക്കറ്റും അറിയാതെ അയച്ചുവെന്നാണ് പരാതി. പിറവത്തെ കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് ജനുവരി 30-നാണ് പാത്രം കൊറിയർ ചെയ്തത്. പാത്രത്തിനടിയിൽ ലോട്ടറി ടിക്കറ്റ് സൂക്ഷിച്ച കാര്യം ഓർമ്മിച്ച സജിമോൻ ഫെബ്രുവരി 1-ന് വൈകിട്ട് കൊറിയർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പാത്രം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും അത് നടന്നില്ല. ഫെബ്രുവരി 4-ന് വിശാഖപട്ടണത്ത് ഉടമയ്ക്ക് നെയ്പാത്രം കിട്ടി. ഡിസംബർ 1-ന് മുണ്ടക്കയത്ത് ഭാര്യയുടെ ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തതെന്നും ടിക്കറ്റിന്റെ പുറത്ത് തന്റെ വിലാസമെഴുതി ഒപ്പിട്ടിരുന്നുവെന്നും സജിമോൻ പറയുന്നു. സജിമോന്റെ പരാതിയെ തുടർന്ന് പിറവം പോലീസ് കൊറിയർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ പരിശോധിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സജിമോൻ പിറവം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെയും സമീപിച്ചു. ഇതേ തുടർന്ന് നിരീക്ഷണ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ലോട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് പരിശോധിക്കാനും തട്ടിപ്പ് കണ്ടെത്താനും നടപടി ആവശ്യപ്പെട്ട് സജിമോൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം ബമ്പർ സമ്മാനം അടിച്ചയാൾ ടിക്കറ്റ് തിരുവനന്തപുരത്ത് ലോട്ടറി കാര്യാലയത്തിൽ ഹാജരാക്കിയതായി സൂചനയുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് സജിമോന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ടിക്കറ്റ് തന്നെയാണോ? ആ നെയ്ച്ചോർ പാത്രത്തിനടിയിൽ നിന്ന് ആ ടിക്കറ്റ് ലഭിച്ച ഭാഗ്യവാൻ ആരായിരിക്കും? സജിമോൻ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടോ എന്നതടക്കം പരിശോധന വേണ്ടിവരും. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് സജിമോന്റെ പ്രതീക്ഷ. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ഫലപ്രഖ്യാപനം നടത്തിയത്. ഒന്നാം സമ്മാനാർഹന് 20 കോടി രൂപയാണ് ലഭിക്കുന്നതെങ്കിലും ആ തുക മുഴുവനായും അയാൾക്ക് കിട്ടില്ല. സമ്മാനത്തുകയിൽ നിന്നും ആദ്യം മാറ്റിവെക്കുന്നത് ഏജന്റ് കമ്മീഷനാണ്. 10% ഏജന്റ് കമ്മീഷൻ. 20 കോടിയിൽ 2 കോടി രൂപ ആ ഇനത്തിൽ പോകും. ബാക്കി തുകയുടെ 30% TTS അടയ്ക്കേണ്ടത്. അതായത് ഏജന്റ് കമ്മീഷൻ കഴിഞ്ഞുള്ള 18 കോടിയുടെ 30%. ഈ പിടുത്തം കഴിഞ്ഞാൽ ബാക്കി 12.6 കോടി രൂപയാണ് ഭാഗ്യശാലിക്ക് കിട്ടുക. അന്തിമ കണക്കിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം.